ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സൂപ്പർ ടോപ്പിക്കാണ്. കാരണം ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താണ്, സെറ്റാണ്. എന്താണ് ഒരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അവൾ മെയിനായിട്ട് 4 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കെയർ, രണ്ടാമത്തെ കാര്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു റിലേഷൻ, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം, നാലാമത്തെ കാര്യം എന്താണ്, ഈ 3 കാര്യങ്ങളുടെയും സ്റ്റെബിലിറ്റി. മനസ്സിലായോ? അപ്പം നമുക്ക് ഫിസിക്കലി എന്ത് പറയാം, ഫിസിക്കലി സ്ട്രോങ് എപ്പോഴും ഒരു പുരുഷനായിരിക്കും, പക്ഷേ ഇമോഷണലി സ്ട്രോങ് എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈവൻ പ്രഗ്നൻസി പീരീഡിൻ്റെ കാര്യമാണെങ്കിൽ ഒരു സ്ത്രീ ആ ഒരു സമയത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി, എന്നാൽ അവളത് ഒരു ബുദ്ധിമുട്ടായിട്ട് ആരോടും പറയാറില്ല. ക്ഷീണത്തോടെയും ഒക്കെ ഇങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ടെങ്കിലും ആരും ഇതൊരു എനിക്കൊരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു സ്ത്രീ അതിനെ പറയാറില്ല. പക്ഷേ ഈ ഒരു സെയിം സംഭവം ഒരു 2 ആഴ്ചത്തേക്ക് ഒരു പുരുഷന് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അവനെ കൊണ്ട് അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ ഈ പ്രഗ്നൻസി പീരീഡിലെ ബുദ്ധിമുട്ടുകളെല്ലാം അവൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് അതെല്ലാം ഇത് ചെയ്യും. ഡെലിവറി കഴിഞ്ഞാലോ അത് കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം അവളുടെ കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവളുടെ ഉറക്കത്തെ കളയും, ആഹാരത്തെ വേണ്ടെന്ന് വയ്ക്കും, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ആ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവളതിനു വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അവൾ ആഗ്രഹിക്കുന്ന ഈ കെയറും ഈ വിശ്വസ്തതയും സ്നേഹവും ഇതെല്ലാം അവൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. എല്ലാ പുരുഷന്മാരും ഒന്ന് ശ്രമിക്കണം കേട്ടോ. അവൾക്ക് വേണ്ട കെയറും സ്നേഹവും ഒക്കെ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അത് മാക്സിമം അവൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻസ് കെയറിൻ്റെ എല്ലാം ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ബൈ.